സ്ത്രീകളുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറേ കൺഫ്യൂഷനുകളുണ്ട്. വ്യായാമം ചെയ്യണം താല്പര്യമുണ്ട്, പക്ഷേ എൻ്റെ മുട്ടുവേദനയും എൻ്റെ നടുവേദനയും പലപ്പോഴും ഇൻറ്റൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള എക്സസൈസ് ചെയ്യാനായിട്ട് എന്നെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ആരോഗ്യത്തിൽ വളരെ കോൺഷ്യസ് ആയി ജിമ്മിൽ ജോയിൻ ചെയ്തു. പക്ഷേ പലപ്പോഴും കൂടുതൽ സ്ത്രീകളും ചെയ്യുന്നത് പോലെ ഞാനും ചെയ്യുന്നത് കാർഡിയോയും ലൈറ്റ് എക്സസൈസുമാണ്. വെയ്റ്റ് ട്രെയിനിങ്ങിൻ്റെ ഭാഗത്തോട്ടോ അല്ലെങ്കിൽ ഡംബൽസുകളുടെ ഭാഗത്തോട്ടോ അധികം നോക്കാറേയില്ല. കാരണം എക്സസൈസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ, വെയ്റ്റ് ട്രെയിനിങ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ പറ്റില്ല. മാത്രമല്ല ഒരുപക്ഷെ എൻ്റെ ശരീരത്തിൻ്റെ ആകൃതി അത് ബാധിക്കുമോ. ഇത്തരം വിഷയങ്ങളാണ് നമ്മൾ ഇന്ന് ഈ പോഡ്കാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരുപാട് സ്ത്രീകൾ പറയുന്നൊരു പരിഭവമാണ്, എപ്പോഴും ക്ഷീണമാണ്, എപ്പോഴും ഒന്ന് എവിടെയെങ്കിലും ഇരിക്കാൻ തോന്നും, ഇരുന്നാൽ തന്നെ കുറച്ച് നേരം കിടക്കാൻ തോന്നും, കിടന്നാൽ തന്നെ ഉറക്കം കിട്ടുന്നില്ല. ആൻഡ് ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കി, എല്ലാം നോർമലാണ്. ആൻഡ് കൂടുതൽ സ്ത്രീകൾ ചെയ്യുന്നത് ബ്ലഡ് കൗണ്ടൊക്കെ ഒന്ന് എടുത്ത് നോക്കും, ഹീമോഗ്ലോബിനൊക്കെ നോർമലാണെന്ന് പറയും. ആൻഡ് അകാരണമായ ഈ ക്ഷീണത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ആൻഡ് മെഡിക്കൽ ലെവലിൽ നമ്മളിത് അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ടോ? ഇതൊരു വലിയൊരു വൈഡ് ടോപ്പിക്കാണ്. പക്ഷെ എന്നാലും ഏറ്റവും കൂടുതൽ കാണുന്നൊരു കോമൺ കോസസ് ഓഫ് ഈ പറഞ്ഞ ക്ഷീണത്തിനെ കുറിച്ച് ചിന്തിച്ചാൽ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു പ്രൊഫഷണൽ എക്സ്പീരിയൻസിൽ പറയാൻ പറ്റുന്നൊരു കാര്യം, ഏറ്റവും കൂടുതൽ ആൾക്കാർക്കുണ്ട് ഇതുണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം സ്ട്രെസ്സാണ്. സ്ട്രെസ്സ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ഇൻഫാക്റ്റ് ഓരോ ചെറിയ ചെറിയ സ്ട്രെസ്സുകളിൽ നിന്നാണല്ലോ നമ്മൾ കുറച്ചുകൂടി ശക്തി ആർജിച്ച് മുന്നോട്ട് പോകും. പക്ഷേ പല സന്ദർഭങ്ങളിലും ഒരു മിഡ് ലൈഫ് എത്തുമ്പോൾ, പ്രത്യേകിച്ച് ഒരു 35-40 എത്തുമ്പോൾ, വർക്കിംഗ് ആണെങ്കിൽ വർക്കിംഗ് മൂലമുള്ള അതിൻ്റെ സ്ട്രെസ് ഉണ്ടാവും, ഫാമിലി റിലേറ്റഡ് സ്ട്രെസ് ഉണ്ടാവും, കുട്ടികളെ വളർത്തുന്നതിൻ്റെ സ്ട്രെസ് ഉണ്ടാവും, കുട്ടികളുടെ ലേണിങ്ങും അവരുടെ എക്സാംസും അതുമൊക്കെ ഒരു ഭാഗത്ത്. പിന്നെ ഹസ്ബൻഡ് വർക്കിംഗ് ആയിരിക്കും. ഇന്നത്തെ ഒരു കാലഘട്ടം നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ഹൈ പ്രഷർ ജോബിലായിരിക്കും രണ്ടുപേരും വർക്ക് ചെയ്യുന്നത്. ഇതുകൂടാതെ പേരൻസിൻ്റെ കെയർ ആയിരിക്കും. പിന്നെ പലപ്പോഴും പേരൻസിൽ നിന്ന് വളരെ ദൂരത്തായിരിക്കും താമസിക്കുന്നത്. ഇങ്ങനെ ഒരു പക്ഷേ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാരണങ്ങൾ അവരെ സംബന്ധിച്ചുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് കോംപ്രിഹെൻഡ് ചെയ്ത് ഇതിനെയൊക്കെ ഒന്ന് കൈകാര്യം ചെയ്യാനായിട്ട് ഒരു ശരാശരി ഒരാളുടെ ഇമോഷണൽ കപ്പാസിറ്റിയുടെ പുറത്തോട്ട് ഇതങ്ങ് മറിഞ്ഞു പോകും. സോ ദാറ്റ് ഇറ്റ്സ് ഓവർഫ്ലോസ്. ഇത് ഹാൻഡിൽ ചെയ്യാൻ അവർക്ക് പറ്റാതെ വരും. ഇത് ഡെഫിനറ്റ്ലി ഉണ്ടാക്കുന്ന ഒരു അഡ്രീനൽ ഫെറ്റീഗ് ഉണ്ടാവും. അതായത് സ്ട്രെസ്സിനെ കൈകാര്യം ചെയ്യാൻ നമ്മുടെ ശരീരത്തിനെ ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ കോർട്ടിസോൾ ആണല്ലോ. പക്ഷേ കോർട്ടിസോളിൻ്റെ ഒരു പരിധിയുണ്ട്. മാത്രമല്ല ഒരു ക്രോണിക് ആയിട്ടുള്ളൊരു കോർട്ടിസോൾ പ്രൊഡക്ഷനിൽ കൂടെ സംഭവിക്കുന്നത് കോർട്ടിസോളിൻ്റെ ഉൽപ്പാദനം തന്നെ കുറയുന്ന അവസ്ഥയുണ്ടാവും. ഇതാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകളിൽ ഞാൻ കാണുന്നൊരു സാധാരണ കാരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും ബ്ലഡ് ടെസ്റ്റുകൾ നോർമലായിരിക്കാം, പ്രത്യേകിച്ച് രോഗങ്ങളൊന്നും തന്നെ ഇല്ല. ബട്ട് the basic issues, they have a chronic stress which has led to adrenal fatigue. അപ്പോൾ കോശങ്ങളിൽ മൈറ്റോകോൺട്രിയ, ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന മൈറ്റോകോൺട്രിയയുടെ ഫങ്ഷൻസ് വരെ ഡ്രെയിൻഡ് ഔട്ട് ആവും. അപ്പോൾ ആ സ്ട്രെസ്സാണ് കാരണമെങ്കിൽ അത് മനസ്സിലാക്കിയെടുത്ത് മേ ബി ഒരു നല്ലൊരു പ്രൊഫഷണൽ സപ്പോർട്ടോടുകൂടി ലൈഫ് കുറച്ചുകൂടെ ഒന്ന് ഓർഗനൈസ്ഡ് ആക്കി ഡിസിപ്ലിൻഡ് ആക്കി ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു സൊല്യൂഷൻ. രണ്ടാമതായിട്ട് ഞാൻ കാണുന്നൊരു പ്രധാനപ്പെട്ട വിഷയം പലർക്കും അറിയില്ല. കാരണം പല നോർമൽ ബ്ലഡ് ടെസ്റ്റുകൾ വിട്ടുപോകുന്ന ഒന്നാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. നമ്മുടെ ഊർജ്ജ ഉൽപ്പാദനത്തിന്, അതായത് ഗ്ലൂക്കോസിൽ നിന്നുള്ള നമ്മുടെ ഊർജ്ജത്തിൻ്റെ ഉൽപ്പാദനത്തെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഹോർമോണാണല്ലോ ഇൻസുലിൻ. നമ്മുടെ ഇന്നത്തെ തെറ്റായ ഭക്ഷണ രീതി കൊണ്ടും നമ്മുടെ വ്യായാമമില്ലായ്മ കൊണ്ടും ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടും എനിക്കറിയാവുന്ന ഒരു 30-40 വയസ്സുള്ള സ്ത്രീകളിൽ ഒരു 30% സ്ത്രീകൾക്കെങ്കിലും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ട്. ഒരു ലാബിൽ പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഫാസ്റ്റിംഗ് സ്റ്റേജിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ള ഇൻസുലിൻ വാല്യൂസ് നമുക്കറിയാം. അതെ, ഒരു 5 to 7 ഇടയില്ല. കറക്റ്റ്. ഇപ്പോൾ ഈ 5 to 7 മുകളിലോട്ട് ഫാസ്റ്റിംഗ് ഇൻസുലിൻ കൂടിയാൽ ഡെഫിനറ്റ്ലി ഇറ്റ് ഇസ് എൻ ഇൻഡിക്കേറ്റർ ദാറ്റ് ഇൻസുലിൻ്റെ ഫങ്ഷൻസ് കുറഞ്ഞു വരും. ആൻഡ് ഇൻസുലിൻ ഫങ്ഷൻ ഇസ് കണക്റ്റഡ് ടു എനർജി പ്രൊഡക്ഷൻ. അപ്പോൾ കോശങ്ങളിൽ ശരിയായ രീതിയിൽ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നില്ല, അതുകൊണ്ടുണ്ടാകുന്ന ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ ഭക്ഷണവും വ്യായാമവും ഒക്കെ കറക്റ്റ് ചെയ്യേണ്ടതിൻ്റെ സൂചനയാണ് ആ ക്ഷീണം എന്ന് പറയുന്നത്. മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട വിഷയമായിട്ട് എനിക്ക് തോന്നുന്നത് ഹൈപ്പോതൈറോയിഡിസമാണ്. പലപ്പോഴും TSH വാല്യൂയും T3യും T4 ഒക്കെ ചിലപ്പോൾ നോർമലായിരിക്കാം. പക്ഷേ ഒരു സബ് ക്ലിനിക്കലായിട്ടുള്ള അല്ലെങ്കിൽ കാര്യമായിട്ടുള്ള ബ്ലഡ് മാർക്കേഴ്സിൽ വ്യത്യാസം ഉണ്ടാക്കാത്ത എന്നാൽ തൈറോയിഡിൻ്റെ ഹൈപ്പോതൈറോയിഡിസിൻ്റെ ലക്ഷണങ്ങൾ പ്രകടമാകുന്നതായിരിക്കാം. അപ്പോൾ ഹൈപ്പോതൈറോയിഡിസിൻ്റെ ലക്ഷണങ്ങളായിരിക്കാം. ബ്ലഡ് വാല്യൂസ് വുഡ് ബി നോർമൽ, പക്ഷേ ആ സ്ത്രീയെ സംബന്ധിച്ച് ക്ലാസിക് ആയിട്ടുള്ള സിംറ്റംസ് എല്ലാം ഉണ്ടാവും. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് ഞാൻ കാണുന്നത് മോശമായ ന്യൂട്രീഷനാണ്. അപ്പോൾ എസ്പെഷ്യലി മൈക്രോ ന്യൂട്രിയൻസിൻ്റെ ഡെഫിഷ്യൻസി, മെഗ്നീഷ്യം, അതുപോലത്തെ പല വൈറ്റമിൻസിൻ്റെ മിനറൽസിൻ്റെ ന്യൂട്രീഷൻ ഉണ്ടാകും, പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഉണ്ടാവാം, അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് ആവാം, അല്ലെങ്കിൽ അൺടൈംലി ആയിട്ടുള്ള ഡയറ്റ് ആയിരിക്കാം.
ശരിയായ അളവിലുള്ള ന്യൂട്രീഷണൽ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാത്തതായിരിക്കാം. അപ്പം ന്യൂട്രീഷണൽ ഫാക്ടേഴ്സ് ഉണ്ടാവും. ലാക്ക് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി ഉണ്ടാവും. നമ്മുടെ ശരീരത്തിൻ്റെ മൈറ്റോകോൺട്രിയൽ ഫങ്ഷൻസിനെ ഏറ്റവും കൂടുതൽ ട്രിഗർ ചെയ്യുന്നത് എക്സസൈസാണ്. അപ്പോൾ സാധാരണ കോശങ്ങളിൽ പ്രവർത്തിക്കുന്ന മൈറ്റോകോൺട്രിയലിൻ്റെ ഫങ്ഷൻസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ ഏറ്റവും സാധിക്കുന്നത് എക്സസൈസാണ്. സ്ത്രീകൾക്ക് പലപ്പോഴും സമയക്കുറവ് കൊണ്ടോ ജോലി തിരക്ക് കൊണ്ടോ അല്ലെങ്കിൽ പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എക്സസൈസ് ചെയ്യാൻ പറ്റാറില്ല. ഡോക്ടർ, പൊതുവെ ആളുകൾക്കുള്ളൊരു സംശയമാണ്, സ്ത്രീകൾ ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യണം. ഇനിയിപ്പം ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യുന്നതാണെങ്കിൽ പോലും എയറോബിക്സ് അല്ലെങ്കിൽ യോഗ പോലത്തെ എന്തെങ്കിലും വർക്കൗട്ട് ചെയ്താൽ മതിയോ? ഇപ്പം എനിക്കതിനെപ്പറ്റി അറിയാം, പക്ഷെ എന്നാലും ഡോക്ടർ അത് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഒരു സയൻസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ശരിയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ അമ്പിളി പറഞ്ഞ ആ ഒരു കോൺസെപ്റ്റ് ഇപ്പോൾ സ്ത്രീകളുടെ ഇടയിൽ, പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ എന്നാലും എനിക്ക് തോന്നുന്നു ഇതൊരു വളരെ സ്ട്രോങ് ബിലീഫാണ് നമ്മുടെ സൊസൈറ്റിയിൽ. വ്യായാമം ഒരു കാലഘട്ടം വരെ നമ്മുടെ ജീവിതത്തിന് ആവശ്യമുണ്ടായിരുന്നില്ല. കാരണം ബൈ ഡിഫോൾട്ട് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും അവർക്ക് പറ്റാവുന്ന പലതരത്തിലുള്ള കായികമായിട്ടുള്ള പലതരത്തിലുള്ള ജോലികൾ ചെയ്യാൻ നിർബന്ധിതരാണ്. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ നാട്ടിലൊരു 50-100 വർഷം മുമ്പ് ഒരു സ്ത്രീ എന്തൊക്കെ ചെയ്യുമായിരുന്നു? ഡെഫിനറ്റ്ലി കിണറ്റിൽ നിന്ന് വെള്ളം കോരും, അരിയാട്ടുന്നുണ്ടാവും, അമ്മി അരയ്ക്കുന്നുണ്ടാവും, വിറക് കീറാനും വിറക് പെറുക്കി വെക്കാനും ഉണ്ടാവും, മുറ്റമടിക്കാനുണ്ടാവും, അടുക്കളയിൽ ഇഷ്ടം പോലെ പണിയുണ്ടാവും. തീർച്ചയായിട്ടും കുടുംബത്തിനെ കാർഷിക മേഖലയിൽ കാർഷിക പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ പുരുഷൻ്റെ അത്ര അല്ലെങ്കിൽ അതുപോലെ തന്നെ കായികമായിട്ട് അധ്വാനിക്കുന്നുണ്ടാവും, നടക്കുന്നുണ്ടാവും, പിന്നെ നീന്താൻ പോകുന്നുണ്ടാവും, കയറ്റം കയറുന്നുണ്ടാവും, കുന്നിറങ്ങുന്നുണ്ടാവും. സ്വാഭാവികമായിട്ടും ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള എല്ലാ ഫിസിക്കൽ ആക്ടിവിറ്റീസും ഒരു കാലത്ത് നമുക്ക് നല്ലോണം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് കഴിഞ്ഞൊരു 100 years കൊണ്ട് ഒരു റവല്യൂഷൻ ആയിട്ടുള്ള ചേഞ്ചസ് നമ്മുടെ നാട്ടിലുണ്ടായി, ജീവിതത്തിലുണ്ടായി. ഇപ്പോൾ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. പക്ഷേ മനുഷ്യൻ്റെ ശരീരം, അത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും പഴയതുപോലെ തന്നെ അല്ലേ, ഒരു വ്യത്യാസമൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇവിടെ സ്ത്രീകൾക്ക് കായികമായിട്ടുള്ള നല്ല എൻഗേജ്മെൻറ്റ് വേണമെന്നുള്ള ചോദ്യത്തിനൊരു പ്രസക്തി പോലുമില്ല. കാരണം സ്ത്രീകൾക്കും കായികക്ഷമത, ഫിസിക്കൽ ഹെൽത്ത് ആവശ്യമാണ്. കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ വെല്ലുവിളിയായിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം രോഗങ്ങളുണ്ട്. നമ്മൾ പറയുന്ന മെറ്റബോളിക് ഡിസോർഡർ, ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ്. അതെ. ഇപ്പോൾ അതിനകത്ത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആവാം, അമിതവണ്ണം ആവാം, ഡയബറ്റീസ് ആവാം, ഹൈപ്പർ ടെൻഷൻ ആവാം, കൊളസ്ട്രോൾ ലെവൽസ് കൂടുന്നതാവാം, ട്രൈഗ്ലിസറൈഡ്സ് ലെവൽസ് കൂടുന്നതാവാം, ഫാറ്റി ലിവർ ആവാം, സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഹോർമോണൽ ഇഷ്യൂസ്. അതെ. സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിൽ ഇത്തരത്തിലുള്ള ഹോർമോണൽ ഇഷ്യൂസ് വളരെ കോമൺ ആയിക്കൊണ്ടിരിക്കും. ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മെറ്റബോളിസമായിട്ട് കണക്റ്റഡാണ്. സ്ത്രീകളുടെ ശരീരത്തിലെ മെറ്റബോളിസത്തിന് ഇതിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് സ്ത്രീയുടെ ശരീരത്തിൽ ആവശ്യത്തിൻ്റെ അളവിൽ മസിൽസ് ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും പേശികളുടെ റോള് ഹെൽത്തിൽ അതിനകത്ത് യാതൊരു ഡിഫറൻസിയേഷനും ഇല്ല. സ്ത്രീകളുടെ ശരീരത്തിലും നല്ല പേശികൾ ആവശ്യമാണ്. പേശികൾ ബിൽഡ് ചെയ്യാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. പേശികളെ ചലഞ്ച് ചെയ്യുന്ന രീതിയിലുള്ള എക്സസൈസ്, അതായത് റെസിസ്റ്റൻസ് ട്രെയിനിങ്ങുകൾ സ്ത്രീകൾക്കും ആവശ്യമാണ്. അപ്പോൾ അത്തരം ഒരു റെസിസ്റ്റൻസ് ട്രെയിനിങ് ചെയ്യാനായിട്ടുള്ള സാഹചര്യം ഇന്ന് സ്ത്രീകളെ സംബന്ധിച്ച് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ വീട്ടിൽ നിന്നുകൊണ്ട് അത്തരത്തിലുള്ള എക്സസൈസ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള സ്പേസ് ആയിട്ടുള്ള ജിമ്മുകളിൽ പോകണം. അപ്പോൾ ജിമ്മിൽ പോയാൽ തീർച്ചയായിട്ടും സ്ത്രീകൾക്കും റെസിസ്റ്റൻസ് ട്രെയിനിങ്ങുകളും അതുപോലെ തന്നെ മസിൽ ബിൽഡിംഗ് എക്സസൈസുകളും ഒക്കെ പുരുഷന്മാർ ചെയ്യുന്നത് പോലെ തന്നെ ആവശ്യമാണ് എന്നുള്ളതാണ് ഒരു മെഡിക്കൽ റിക്വയർമെൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. അടുക്കളയിൽ ഒരുപാട് ജോലികൾ ചെയ്യുന്നുണ്ട്, അതേപോലെ വീട്ടിലെ മറ്റ് വീട്ടുജോലികളും ചെയ്യുന്നുണ്ട്, ദിവസവും നടക്കുന്നുണ്ട്, ഒരു നേരം പോലും വെറുതെ ഇരിക്കുന്നില്ല. പക്ഷേ എന്നാൽ പോലും മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് എനിക്ക് പറയാം. ഞാൻ റെഗുലറായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ഒരാളുമാണ്. പക്ഷേ എന്നാൽ പോലും പലർക്കും ഉണ്ടാകുന്ന ഒരു ആശങ്ക, സ്ത്രീകൾ ഇതേപോലെ മസിൽ സ്ട്രെങ്തനിങ് ആയിട്ടുള്ള വർക്കൗട്ട് ചെയ്യുമ്പോൾ പുരുഷന്മാരെ പോലെ മസിൽ ബൾക്കിംഗ് ഉണ്ടാവുമോ, അല്ലെങ്കിൽ അവരുടെ ശരീരഘടനയിൽ മാറ്റം വരുമോ, കുറച്ചുകൂടെ ഷേപ്പൊക്കെ മാറുമോ എന്നതൊക്കെ. അപ്പോൾ അതും കൂടെ ഡോക്ടർ ഒന്ന്. ഇപ്പോൾ ഇതിനകത്ത് അമ്പിളി പറഞ്ഞത് ശരിയാണ്. ഒരുപക്ഷെ ഈ ഭയം കൊണ്ട് തന്നെ ആവണം നല്ലൊരു ശതമാനം ആൾക്കാരും കുറച്ച് യോഗയും, സ്ത്രീകളെ സംബന്ധിച്ച് യോഗ വളരെയധികം രൂപഭംഗി നിലനിർത്താൻ അല്ലെങ്കിൽ സ്കിൻ ഹെൽത്ത് നിലനിർത്താൻ നല്ലതാണെന്നുള്ള സെലിബ്രിറ്റീസിൻ്റെ പ്രൊമോഷൻസ് നമ്മൾ കാണാറുണ്ട്. അല്ലെങ്കിൽ കാർഡിയോ എക്സസൈസുകളും അതുപോലത്തെ ലൈറ്റ് ആയിട്ടുള്ള എക്സസൈസുകൾ മാത്രം റെസ്ട്രിക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത് നമുക്കിപ്പോൾ മനസ്സിലായി. ഫണ്ടമെൻ്റലി സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ശരീരത്തിൻ്റെ മസിൽസിൻ്റെ ഗ്രോത്തിനെ സ്വാധീനിക്കുന്ന ചില പ്രധാനപ്പെട്ട ഹോർമോണുകളുണ്ട്.
അത് നമുക്കൊരു ബയോളജിക്കലായിട്ടുള്ള പ്ലസ്സും മൈനസും ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു കാര്യം, ഇപ്പോൾ സ്ത്രീകൾ വളരെയധികം വളരെ ഇൻറ്റൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ വേയിൽ ഹൈലി ഫോക്കസ്ഡ് ആയിട്ടുള്ള എക്സസൈസ് ഒരുപക്ഷെ ഒരു പേഴ്സണൽ ട്രെയിനറുടെയോ അല്ലെങ്കിൽ ഹൈലി പ്രൊഫഷണൽ ആയിട്ട് ഒരാളുടെ സപ്പോർട്ടോട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ത്രീകളുടെ ശരീരത്തിലും വളരെ നല്ല ബൾക്കിങ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ അത്തരത്തിലുള്ള സ്ത്രീകളുടെ ശരീരപ്രകൃതി കണ്ടിട്ടുണ്ടാവും. അതൊരു സ്പെസിഫിക് ആയിട്ടുള്ള പർപ്പസിന് വേണ്ടി അത്രമാത്രം ഫോക്കസ്ഡ് ആയിട്ടുള്ള ഇൻറ്റൻസ് ആയിട്ടുള്ള എക്സസൈസുകളും ഡയറ്റിൽ കൂടെ നേടിയെടുക്കുന്ന ഒന്നാണ്. ഒരുപക്ഷെ അവരുടെ ബയോളജിക്കലായിട്ടുള്ള ഹോർമോണലായിട്ടുള്ള പരിമിതികളെ മറികടന്നുകൊണ്ട് അവർ ചെയ്യുന്നതാണ്. പക്ഷേ ഒരു നോർമലായിട്ടുള്ള ഒരു ശരാശരി നിലവാരത്തിൽ നമ്മൾ പോയി ജിമ്മിൽ ചെയ്യുന്ന എക്സസൈസുകൾ സ്ത്രീകളുടെ ശരീരത്തിൽ ശരീരഭംഗി നഷ്ടപ്പെടാനോ അമിതമായിട്ടുള്ള ബൾക്കിംഗ് ഉണ്ടാക്കാനോ യാതൊരു സാധ്യതയില്ല. ഇപ്പോൾ ചെറിയ ഉദാഹരണം പറഞ്ഞാൽ മേ ബി ഒരു 20 കിലോഗ്രാം 2 ഡംബൽസ് 10 കിലോഗ്രാമിൻ്റെ 2 ഡംബൽസ് എടുത്ത് സ്ക്വാട്ട് ചെയ്യുന്ന ഒരു സ്ത്രീയുടെ ശരീരത്തിൽ നല്ല ബലമുള്ള പേശികളും നല്ല ശരീര വടുവും നല്ല ആകാരവും നല്ല ഭംഗിയും മസിൽസിന് നല്ല ടോണും അത് നാച്ചുറലി സ്കിൻ ഹെൽത്തിനെ വരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിലുള്ളൊരു കോൺട്രിബ്യൂഷനാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണയാണ്. മാത്രമല്ല പലരും നമ്മളുടെയൊക്കെ പല കസ്റ്റമേഴ്സ് പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, വെയിറ്റ് ട്രെയിനിങ് ചെയ്താൽ നല്ലതാണ്, പക്ഷേ ഒരിക്കൽ വെയിറ്റ് ട്രെയിനിങ് നിർത്തിക്കഴിഞ്ഞാൽ അത് വല്ലാതെ ബോഡി വളരെ ലൂസ് ആവുന്നുണ്ട്. ഒരുപക്ഷെ വെയിറ്റ് ട്രെയിനിങ് കൂടെ ചെയ്യില്ലായിരുന്നുവെങ്കിൽ എന്തായിരുന്നു ശരീരത്തിൻ്റെ ആകൃതി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. അപ്പോൾ ഡെഫിനറ്റായിട്ടും സ്ത്രീകളെ സംബന്ധിച്ച് വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു മസിൽ ഫോക്കസ്ഡ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ട്രെയിനിങ് തീർച്ചയായിട്ടും ഒരു സ്ത്രീയുടെ ആരോഗ്യത്തിന് ആവശ്യമാണ്. പക്ഷേ അതിനോടൊപ്പം തന്നെ വളരെയധികം മീഡിയം ഇൻറ്റൻസിറ്റിയിലുള്ള എയറോബിക് ആക്ടിവിറ്റീസ്, ലോ ഗ്രേഡ് എയറോബിക് ആക്ടിവിറ്റീസ്, അതുപോലെ യോഗ വേണമെന്നുണ്ടെങ്കിൽ വളരെ പരിമിതമായിട്ടുള്ള അളവിൽ ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ്ങുകൾ. കാരണം ഹാർട്ട് ഹെൽത്തിന് അതുപോലെ ലോഞ്ചിവിറ്റിക്ക് വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണത്. ഇതെല്ലാം കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള എക്സസൈസ് പ്രോഗ്രാം ഡെഫിനറ്റ്ലി ഒരു സ്ത്രീയെ സംബന്ധിച്ച് പുരുഷനെ പോലെ തന്നെ ബെനിഫിഷ്യലാണ്. ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, ഇപ്പോൾ ഒരു കുടുംബത്തിൻ്റെ ആരോഗ്യമാണെങ്കിലും ആ കുടുംബത്തിൻ്റെ അന്തരീക്ഷമാണെങ്കിലും അവിടെ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത് തീർച്ചയായിട്ടും ആ വീട്ടിലെ ഒരു സ്ത്രീ തന്നെയായിരിക്കും. അപ്പം നമ്മൾ ഇന്ന് സംസാരിച്ച 3 കാരണങ്ങൾ. ഒന്ന്, ഒരു സ്ത്രീയുടെ ഹെൽത്തിൽ എക്സസൈസിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണ്. അവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസാണ്. അതേപോലെ തന്നെ ഒരു 35-40 വയസ്സിനോട് അടുക്കുമ്പോൾ ഒരു ഹെൽത്തി മെനോപോസ് അപ്രോച്ച് ചെയ്യാൻ വേണ്ടി സ്ത്രീകൾ അവരുടെ ഹെൽത്തിലും ലൈഫ് സ്റ്റൈലിലും വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു മെനോപോസ് പ്രിപ്പറേഷൻസ് ഒരു വിമന്റെ ലൈഫിൽ എന്തായാലും ഉണ്ടാവും. അതെ, അതേപോലെ നമ്മൾ ഈ പറഞ്ഞ അകാരണമായ ക്ഷീണം നിസ്സാരമായി കാണാതെ അതിൻ്റെ റൂട്ട് കോസ് എന്തൊക്കെയാണ് എന്ന് ഫിഗർ ഔട്ട് ചെയ്ത് അത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതുമാണ്. അമ്പിളി പറഞ്ഞത് വളരെ ശരിയാണ്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബ്ലെസ്സിങ് എന്ന് പറഞ്ഞാൽ ഇത്തരം വിഷയങ്ങളെ നമുക്ക് വളരെ സയൻറ്റിഫിക്കായിട്ട് നമുക്ക് സമീപിക്കാൻ പറ്റുന്നൊരു കാലഘട്ടത്തിലാണ്. അത്രമാത്രം റിസോഴ്സസ് നമുക്കുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞ മസിൽ സ്ട്രെങ്തനിങ്ങിനെ കുറിച്ച് പറഞ്ഞു. എന്തുകൊണ്ട് സ്ത്രീകൾക്ക് സ്വന്തം ശരീരം, ആ ശരീരത്തിൻ്റെ ഘടന, മസിൽസ് എത്രയുണ്ട്, മസിൽസിൻ്റെ പെർസെൻറ്റേജ് എത്ര, മസിൽസിൻ്റെ സ്ട്രെങ്ത് എത്ര എന്ന് നോക്കിക്കൊണ്ട് എന്തുകൊണ്ടൊരു സയൻറ്റിഫിക് ആയിട്ടുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള എക്സസൈസ് കണക്ട് ചെയ്തുകൂടാ? അതിനുവേണ്ടി കുറച്ച് ടൈമും എഫേർട്ടും എന്തുകൊണ്ട് മാറ്റി വെച്ചുകൂടാ? അതുപോലെ തീർച്ചയായിട്ടും ഒരു കാലഘട്ടം വരെ മെനോപോസോട് ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്തൊരു നിസ്സഹായമായിട്ടുള്ള അവസ്ഥയായിരുന്നു മെനോപോസിനെ സംബന്ധിച്ചുണ്ടായിരുന്നു. ബട്ട് നൗ ലോട്ട് ഓഫ് റിസോഴ്സസ് ആർ ദെയർ. ഇപ്പം നമ്മൾ നേരത്തെ സംസാരിച്ച ഹൗ ടു പ്രിപ്പയർ ഫോർ എ ഹെൽത്തി മെനോപോസ്. മെനോപോസിൽ തന്നെ ഇന്ന് ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പികളൊക്കെ തന്നെ വളരെ ജുഡീഷ്യസ് ആയിട്ട് ഉപയോഗിക്കുന്ന വളരെ സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കമ്പൈൻ ചെയ്താൽ സ്ത്രീയുടെ ഹെൽത്തിൽ അവിടെയും ഡിഫറൻസ് ഉണ്ടാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു ക്ഷീണമാണ് എന്ന് പറഞ്ഞ് സൈഡ് ലൈൻഡ് ആകാതെ എന്തുകൊണ്ടാണ് ക്ഷീണം ഉണ്ടായത്? ഹോർമോണൽ അസസ്മെൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡയറ്ററി അസസ്മെൻറ്റുകളായിരിക്കാം, അല്ലെങ്കിൽ ഇമോഷണൽ ഹെൽത്ത് അസസ്മെൻ്റ് ആയിരിക്കാം. ഇത് ചെയ്തുകൊണ്ട് എന്തുകൊണ്ട് ക്ഷീണത്തിനെ ഇമ്പ്രൂവ് ചെയ്യിച്ചൂടാ? അപ്പോൾ നമ്മളൊരു പക്ഷേ ഹാർമണിയിൽ നമ്മളിവിടെ ചെയ്യുന്നത്, നമ്മളുടെ ഒരു ടീം ഓഫ് പ്രൊഫഷണൽസ് നമ്മൾ ചെയ്യുന്നത്, അതിപ്പോൾ മെഡിക്കൽ ഫീൽഡിലുള്ള ആൾക്കാർ, ന്യൂട്രീഷനിസ്റ്റ് ആയിരിക്കാം, സൈക്കോളജിസ്റ്റ് ആയിരിക്കാം, എക്സസൈസ് ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് എക്സ്പേർട്സ് ആയിരിക്കാം. നമ്മൾ ചെയ്യുന്നത് ഇത്തരമൊരു അപ്രോച്ചാണ്. ഇത്തരമൊരു അപ്രോച്ച് എടുക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതിൻ്റെ ഒരു നീഡ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, അമ്പിളി പറഞ്ഞ ശരിയാണ്, ആ സ്ത്രീയുടെ ഫിസിക്കൽ ഹെൽത്തിലും ഇമോഷണൽ ഹെൽത്തിലും ഡിഫറൻസ് ഉണ്ടാകുന്നു. അത് ആ വ്യക്തിയുടെ കുടുംബത്തിലും ആ സ്ത്രീ വർക്ക് ചെയ്യുന്ന വർക്ക് എൻവയറമെൻറ്റിലും ജോബിലും ഒക്കെ തന്നെ എന്തൊരു ക്വാളിറ്റി ആയിട്ടുള്ള ഡിഫറൻസാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത്.